ഉദ്ധവ് താക്കറെ ചെയ്തത് അയാളുടെ ക്യാരക്ടർ നശിച്ചിട്ട് കോൺഗ്രസിൻ്റെയും ശരത് പവാറിൻ്റെയും ടേംസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങളെ അയാൾ ഉപേക്ഷിച്ചു. ഞാനൊരു സംഭവം നേരത്തെയും പറഞ്ഞിട്ടില്ലേ, മാതോശ്രീ താക്കറയുടെ വീടിന് മുമ്പിൽ മുസ്ലിങ്ങൾ പ്രകടനം നടത്തി. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല ബാൽ താക്കറെയുള്ള കാലത്താണെങ്കിൽ. അത്രയധികം അധപ്പതിച്ചു. അപ്പോൾ ശിവസൈനികർ എന്ന് പറയുന്ന ആൾക്കാർ ഇതെന്ത് പരിപാടി, ഇപ്പം നമുക്കൊന്നും ഒരു വിലയില്ല, ഇയാളെ മറ്റേ മുസ്ലിം നേതാക്കൾ പറയുന്നത് സമ്മതിക്കുക. അത് വലിയ ഡിമാൻഡ് 16 ഐറ്റം വരുന്ന ഡിമാൻഡ് വെച്ചു. അതൊക്കെ ഇവർ സമ്മതിച്ചില്ല. മഹാവികാസ് അഘാടി അതപ്പോൾ 10% സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, മുസ്ലിങ്ങൾക്ക് പ്രൊമോഷൻ ഇരട്ടി പ്രൊമോഷൻ കൊടുക്കാം, ഇതെല്ലാം സമ്മതിച്ചു. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നി ബാൽ താക്കറയുടെ മകനാണ് ഈ ചെയ്ത് കൂട്ടുന്നത്. ആൾക്കാർ വെറുക്കുമല്ല. ബട്ട് സ്റ്റിൽ 10 സീറ്റോ മറ്റോ കൊടുത്തിട്ടുണ്ട് അവർ ഒരു കൺസലേഷൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് ഉദ്ധവ് താക്കറയുടെ കുറ്റം. അതല്ലാതെ അവരെ ഇങ്ങോട്ട് NCP കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ശിവസേന ലൈനിലേക്ക് അയാൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അതെങ്ങനെ കൊണ്ടുവരുമായിരുന്നു എന്ന് എനിക്കറിയില്ല, കൊണ്ടുവന്നിരുന്നെങ്കിൽ ഏകനാഥ് ഷിൻഡെ ദൂരെ പോകുമായിരുന്നില്ല, വളരെ അത് നിൽക്കുമായിരുന്നു. ഏകനാഥ് ഷിൻഡെയുടെ വഴക്കിൻ്റെ തുടക്കം എവിടെയാണ്? ഇയാൾ കോംപ്രമൈസ് ചെയ്ത് കീഴടങ്ങി അങ്ങനെ പൊക്കൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഇതാണ് ഏകനാഥ് ഷിൻഡെയുടെ പോയിന്റ്. അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള റിഫ്റ്റ് തുടങ്ങുന്നത്. സോ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള കുറ്റത്തിനാണ് ഉദ്ധവ് താക്കറെ ശിക്ഷിക്കപ്പെട്ടത്. വലിയ പ്രയാസമാണ് ഇനി തിരിച്ചു വരാൻ.